കോട്ടയത്തെ മെത്രാൻകായൽ നികത്തുന്നതിന് സർക്കാർ നൽകിയ അനുമതി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. തൽസ്ഥിതി തുടരണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പ്രദേശവാസിയായ അലക്സാണ്ടർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സ്റ്റേ. മെത്രാൻകായലിൽ 8 ഹെക്ടർ ഭൂമിയുടെ ഉടമയായ അലക്സാണ്ടർ എന്നയാളാണ് സർക്കാർ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം മെത്രാൻകായലിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താനാവില്ലെന്നും പ്രദേശം കൃഷിഭൂമിയാണെന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം. മെത്രാൻകായൽ നികത്തപ്പെടുന്നതോടെ തന്റെ ഭൂമിയിൽ കൃഷി ചെയ്യാനാവാത്ത സ്ഥിതി വരുമെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. സർക്കാർ ഉത്തരവിന് പിന്നിൽ ബാഹ്യപ്രേരണയും ദുരുദ്ദേശവുമുണ്ടെന്നും ഹർജിക്കാരൻ ആരോപിച്ചു. സർക്കാർ അഭിഭാഷകൻ സർക്കാർ നിലപാട് അറിയിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് തൽസ്ഥിതി തുടരാൻ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഉത്തരവിടുകയായിരുന്നു. വിനോദസഞ്ചാര പദ്ധതിക്കായി മെത്രാൻകായൽ നികത്താൻ അനുമതി നൽകിയ സർക്കാർ തീരുമാനം കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. സ്ഥാനമൊഴിയുന്നതിന് തൊട്ടുമുൻപായി എടുത്ത തീരുമാനം വലിയ വിവാദങ്ങൾക്കും അഴിമതി ആരോപണങ്ങൾക്കും ഇടയാക്കി. തുടർന്ന് പുറത്തുവന്ന വിവരങ്ങൾ സർക്കാരിനെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെയും പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു. ഇതിനിടെ വിവാദ തീരുമാനത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടത് സർക്കാരിന് തിരിച്ചടിയായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ടൂറിസ്റ്റ് പദ്ധതിക്കായി മെത്രാൻകായൽ നികത്താൻ LDF സർക്കാർ അനുമതി നൽകിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതം. കുമരകം ടൂറിസ്റ്റ് റിസോർട്ട് വില്ലേജ് എന്ന പദ്ധതിക്കായി നിർദ്ദേശം വന്നുവെങ്കിലും മന്ത്രിസഭ അംഗീകാരം നൽകിയില്ല. പദ്ധതി നടപ്പാക്കിയാൽ വൻ പാരിസ്ഥിതികാഘാതമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത്. നാളെ മെത്രാൻകായലിലേക്ക് KSKTU മാർച്ച് സംഘടിപ്പിക്കും. കുട്ടനാടൻ കായൽ നിലങ്ങളിൽ ഉൽപാദനക്ഷമതയിൽ മുന്നിലാണ് മെത്രാൻകായൽ. പാടം സ്വകാര്യ കമ്പനി കൈയടക്കുന്നതിന് മുമ്പ് ഒരു തവണത്തെ കൃഷിയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത് 1,05,500 കിൻഡൽ നെല്ലായിരുന്നു. ശരാശരി 22,165 സുസ്ഥിര തൊഴിൽ ദിനങ്ങളും ലഭിച്ചു. പാടത്ത് തൊഴിൽ ചെയ്തത് 85% സ്ത്രീ തൊഴിലാളികളായിരുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് വൻകിട ബിസിനസ്സുകാർക്ക് അനുകൂലമായി കായൽ നികത്താൻ സർക്കാർ അനുമതി കൊടുത്തത് വൻ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. സമരത്തിന്റെ ആദ്യപടിയായി അട്ടിപ്പീടികയിൽ നിന്ന് പ്രകടനമായെത്തിയ CPIM KSKTU പ്രവർത്തകർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസിന്റെ നേതൃത്വത്തിൽ മെത്രാൻകായൽ പ്രദേശത്ത് കൊടിനാട്ടി. ഇത് പാടശേഖരമാണ്, ഇവിടെ നെല്ല് വിളയുന്ന ഭൂമിയാണ്. പഴയകാലത്ത് 100 മേനി നെല്ല് വിളഞ്ഞ ഒരു പാടശേഖരമാണിത്. ഇത് നികത്താൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. കായൽ നികത്താനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കുമരകം പഞ്ചായത്തിൽ നാളെ ഹർത്താൽ നടത്തുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ വ്യക്തമാക്കി. കുമരകം കേന്ദ്രീകരിച്ച് 9-ാം തീയതി ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് ഉത്തരവ് റദ്ദാക്കുന്നതോടം വരെ തുടർ പ്രക്ഷോഭവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയം ജില്ലയിൽ മുന്നോട്ട് പോകും. വരും ദിനങ്ങളിൽ ബഹുജന പിന്തുണയോടെ സമരം കരുത്താർജിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മെത്രാൻകായൽ നികത്താനുള്ള തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏറ്റെടുത്ത് മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. വൻകിടക്കാർക്കു വേണ്ടി സർക്കാർ നിയമത്തെ കുഴിച്ചുമൂടിയെന്ന് VS അച്യുതാനന്ദൻ പ്രതികരിച്ചു. മെത്രാൻകായൽ വിവാദത്തിൽ നിലവിലെ തീരുമാനം പാർട്ടി നയത്തിന് യോജിച്ചതല്ലെന്ന് VM സുധീരനും പറഞ്ഞു. ഔട്ട് ഓഫ് അജണ്ട എന്നുള്ള നിലയിലാണ് ഇത് കൊണ്ടുവന്നത്. ഇതിൻ്റെ പേരിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് മുൻ ഗവൺമെൻറ് കാലത്ത് അനുമതി കൊടുത്തിരുന്നതാണ്. മുൻ ഗവൺമെൻറ് കാലത്ത് അനുമതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇതിനാണ് പുതിയ അനുമതി കൊടുക്കേണ്ട കാര്യം? മുൻ ഗവൺമെൻറ് ഇട്ട ഉത്തരവാണെങ്കിൽ 5 കൊല്ലമായിട്ട് അവർക്ക് നടപ്പാക്കിയ പോരായിരുന്നു. അപ്പോൾ ഈ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ്, അതിന് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. ആ ഉത്തരവ് റദ്ദാക്കണം. ഉത്തരവ് റദ്ദാക്കുന്നില്ലെങ്കിൽ ശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭണം അവർക്ക് നേരിടേണ്ടി വരും. ഈ പദ്ധതി ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്കെതിരെ ശക്തമായിട്ടുള്ള വികാരം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്രയും വേഗത്തിൽ തന്നെ ഈ തീരുമാനം പിൻവലിച്ച് ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ ഗവൺമെൻറ് അവസാനിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഭൂപരിഷ്കരണ നിയമത്തിൽ വീണ്ടും ക്രമവിരുദ്ധ ഇളവ് നൽകി പുഞ്ചപ്പാടം നികത്താൻ ഉത്തരവ്. 150 ഏക്കർ നെൽപ്പാടത്തിനാണ് ചട്ടവിരുദ്ധ ഭൂപരിധിയിൽ ഇളവ് നൽകിയത്. കോട്ടയം വൈക്കം താലൂക്കിലെ ചെമ്പു വില്ലേജിലെ പാടത്തിനാണ് ഇളവ് നൽകിയത്. ഇളവ് നൽകിയത് 1500 കോടിയുടെ സ്മാർട്ട് ടൗൺഷിപ്പ് പദ്ധതിയുടെ മറവിലാണ്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായം, വിവരസാങ്കേതിക വിദ്യ എന്നീ മേഖലയുടെ മറവിലാണ് പുഞ്ചപ്പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകി സർക്കാർ ഉത്തരവിട്ടത്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായ ഗ്രൂപ്പിന്റെ സമർത്ഥി വില്ലേജ് പ്രോജക്റ്റിനാണ് കോട്ടയം വൈക്കം താലൂക്കിൽ 150 ഏക്കർ പാടത്തിന് ഇളവ് നൽകിയിരിക്കുന്നത്. ഇളവ് നൽകിയുള്ള ഉത്തരവിൽ ഇളവ് നൽകുന്നത് നിലത്തിനാണെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഉത്തരവനുസരിച്ച് പദ്ധതിക്കായി 150 ഏക്കർ പാടം കമ്പനിക്ക് നികത്താം.
1500 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതി പ്രകാരം 5000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്ന വാഗ്ദാനമാണ് കമ്പനി മുൻപോട്ട് വച്ചിരിക്കുന്നത്. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ സെക്ഷൻ 81(3) പ്രകാരമുള്ള ഇളവ് തോട്ടം ഭൂമിക്ക് മാത്രം നൽകാനുള്ളതാണ്. അപേക്ഷ പരിഗണിച്ച കോട്ടയം ജില്ലാ കളക്ടർ ഇക്കാര്യം സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് പരിഗണിക്കാതെയാണ് സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. സർക്കാർ അനുവദിച്ച പ്രത്യേക പദ്ധതിയായതുകൊണ്ട് തന്നെ നിലം നികത്തിയാൽ റവന്യൂ വകുപ്പിന് കമ്പനിക്കെതിരെ നടപടിയെടുക്കാനാവില്ല. പൊതുജനക്ഷേമമെന്ന വിഷയം ഉയർത്തിക്കാട്ടിയാണ് സർക്കാർ ക്രമവിരുദ്ധ നടപടി കൈക്കൊണ്ടത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കടമക്കുടിയിൽ കായൽ ഉൾപ്പെടെ 47 ഏക്കർ നികത്താൻ അനുമതി നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെ. കളക്ടർ മുഖാന്തരം മുഖ്യമന്ത്രി പഠനം നടത്തിയ ശേഷമാണ് പൊതു താൽപര്യാർത്ഥം എന്ന് കാണിച്ച് അനുമതി നൽകിയിട്ടുള്ളതെന്ന് പദ്ധതി പ്രൊമോട്ടർമാർ അറിയിച്ചു. കൊച്ചി മെഡിക്കൽ സിറ്റി ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ഡോക്ടർ മോഹൻ തോമസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പീപ്പിൾ എക്സ്ക്ലൂസീവ് ചെത്തുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ 500 കോടി രൂപ വകമാറ്റാൻ സർക്കാരിന് നീക്കം. തുക ട്രഷറിയിൽ നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ച് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർമാർക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്ത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ചെത്തുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫണ്ട് വകമാറ്റാൻ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം ഇത് സംബന്ധിച്ച് ക്ഷേമനിധി ബോർഡിന്റെ ചീഫ് വെൽഫെയർ ഇൻസ്പെക്ടർക്ക് കത്ത് നൽകി. കത്തിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. 500 കോടി രൂപ 3 മാസത്തെ സ്ഥിര നിക്ഷേപമായി ട്രഷറിയിൽ നിക്ഷേപിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിലുള്ള പലിശ നിരക്കിൽ നിന്നും 1% അധിക പലിശ നൽകാമെന്ന വാഗ്ദാനവും കത്തിലുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ ട്രഷറികളിൽ സ്ഥിര നിക്ഷേപം സ്വീകരിക്കുന്ന കുറഞ്ഞ കാലപരിധി 6 മാസമാണ്. 7.5% പലിശ നിരക്കിലുമാണ് ഇത്തരത്തിൽ ട്രഷറിയിൽ 6 മാസത്തെ സ്ഥിര നിക്ഷേപം സ്വീകരിക്കുന്നത്. സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് നിലവിലെ ഖജനാവിന്റെ സ്ഥിതി. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം ശമ്പളവും മറ്റും ക്ഷേമപ്രവർത്തനങ്ങൾക്കുമായി 2250 കോടി രൂപയാണ് ധനവകുപ്പ് പൊതുകടം എടുത്തിട്ടുള്ളത്. മാർച്ച് മാസത്തെ ചെലവുകൾക്ക് മാത്രമായി ഏകദേശം 2000 കോടി രൂപ സർക്കാരിന് ആവശ്യമാണ്. ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ചെത്തുതൊഴിലാളികളുടെ സമ്പാദ്യത്തിൽ സർക്കാർ കൈയിട്ട് വാരാൻ ശ്രമിക്കുന്നത്. ലെസ്ലി ജോൺ, ഇടുക്കി. കോൺഗ്രസ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക KPCC ഹൈക്കമാൻഡിന് കൈമാറി. ഒരു മണ്ഡലത്തിൽ ശരാശരി 5 പേർ വീതം പട്ടികയിലുണ്ട്. സിറ്റിംഗ് MLA-മാരുടെ മണ്ഡലത്തിലും മറ്റു പേരുകളുണ്ട്. അന്തിമ പട്ടിക ഈ മാസം ഒടുവിലുണ്ടാകും. വനിതകൾക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്ന് മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷ ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക ഇന്ന് രാവിലെയാണ് KPCC AICCക്ക് കൈമാറിയത്. ജഗദീഷ് പത്തനാപുരത്തും സിദ്ദിഖ് അരൂരിലും പട്ടികയിലുണ്ട്. നേമത്ത് TP ശ്രീനിവാസൻ മത്സരിക്കുമെന്ന പ്രചാരണമുണ്ടെങ്കിലും പട്ടികയിൽ പേരില്ല. KPCC പ്രസിഡന്റ് VM സുധീറിന്റെ പേരും പട്ടികയിലില്ല. സുധീറിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പുതുപ്പള്ളിയിലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പേര് ഹരിപ്പാടും പട്ടികയിലുണ്ട്. പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പുതുമുഖങ്ങൾക്ക്, വനിതകൾക്ക്, യുവാക്കൾക്ക്, അതുപോലെ തന്നെ മറ്റെല്ലാ വിഭാഗങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടതായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അതേസമയം വനിതകൾക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്ന് വനിതാ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷ ശോഭ ഓജെ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹൈക്കമാൻഡ് അംഗീകരിച്ച പട്ടിക KPCC തെരഞ്ഞെടുപ്പ് സമിതി ഈ മാസം 23-ന് ചർച്ച ചെയ്യും. അന്തിമ പട്ടിക മാർച്ച് ഒടുവിലുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാകാനുള്ള മാനദണ്ഡം ജയസാധ്യതയെന്ന് MM ഹസൻ. യുവാക്കൾക്കും സ്ത്രീകൾക്കും സീറ്റ് നൽകും. മുതിർന്നവരെയെല്ലാം മാറ്റി നിർത്താനാകില്ലെന്നും ഹസൻ പറഞ്ഞു. യുവാക്കളും അതുപോലെ തന്നെ പുതുമുഖങ്ങളും വരണമെന്നുള്ളതാണ് KPCCയുടെ ആഗ്രഹം. KPCC AICC നോക്കുന്നത് ആര് നിന്നാൽ വിജയിക്കും, വിജയസാധ്യതയാണ് പ്രധാനമാണ്. ലോക വനിതാ ദിനത്തിൽ കോൺഗ്രസിന്റെ സ്ത്രീ അവഗണനയ്ക്കെതിരെ AICC അംഗം ഷാഹിദ കമാൽ. ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ കോൺഗ്രസും UDF-ഉം അവഗണിക്കുന്നതായി ഷാഹിദ. ലീഡറുടെ കാലഘട്ടത്തിന് ശേഷം നിയമസഭയിലേക്ക് ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരു വനിതയെ പോലും പരിഗണിച്ചിട്ടില്ല. സർക്കാരിനുണ്ടായ മാനക്കേടിൽ നിന്നും തലയൂരാൻ വനിതകൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും ഷാഹിദയുടെ മുന്നറിയിപ്പ്.
ഇതാദ്യമായാണ് സീറ്റ് പ്രശ്നത്തിൽ ഷാഹിദ കമാൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നത്. കോൺഗ്രസിലെ ത്രിമൂർത്തികളാണ് അവഗണനയ്ക്ക് പിന്നിലെന്നും അധികാരം പങ്കിടുന്ന കാര്യത്തിലാണ് അനീതിയും അവഗണനയെന്നും ഷാഹിദ കമാൽ പറഞ്ഞു. സ്ത്രീകളുടെ വോട്ട് വേണം, എന്നാൽ വനിതകളെ നിയമസഭയിലെത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയുണ്ടാകുമെന്നും ഷാഹിദ കമാൽ വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകളോട് കാണിക്കുന്ന ഈ രണ്ടാം തരം പൗരന്മാരെന്ന ആ ഒരു ബോധം, രണ്ടാം തരം പൗരന്മാരായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് കൂടി അവസര സമത്വം കൊടുത്തുകൂടാ? എന്തുകൊണ്ട് കൊടുത്തുകൂടാ? സ്ത്രീകൾക്ക് കഴിവില്ല? കേരളത്തിലെ സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം വന്നതുകൊണ്ടാണ് സ്ത്രീകൾ കടന്നു വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് അവിടെ കടന്നു വരാൻ സാധിക്കില്ല. അത് ഏറ്റവും കൂടുതൽ അനീതി കാണിക്കുന്നത് കേരളത്തിലാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ ഒരു വനിതയാണ്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ബഹുമാനത്തോടു കൂടി പറയുന്നു. ആ മഹതി അധ്യക്ഷയായിട്ടിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അവഗണന ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടേണ്ടി വരുന്നത് കേരളത്തിലാണെന്ന് വളരെ നിരാശയോടുകൂടി ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ലീഡറുടെ കാലഘട്ടത്തിന് ശേഷം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു വനിതയെ പോലും നിയമസഭയിൽ എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനായില്ലെന്നും വോട്ടിന് മാത്രം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വനിതകളെ ഉപയോഗിക്കുകയാണെന്നും ഷാഹിദ കമാൽ കുറ്റപ്പെടുത്തി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ കടുംവെട്ട് നടത്തുന്നുവെന്ന് കെ രാമചന്ദ്രൻ മാസ്റ്റർ. 2 കോൺഗ്രസ് ഗ്രൂപ്പ് MLA-മാരാണ് കോൺഗ്രസ് ഗ്രൂപ്പ് MD-മാർ. അഴിമതിയുടെ മൊത്തക്കച്ചവടക്കാരാണ് ഗ്രൂപ്പ് മാനേജർമാരെന്നും ഇവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്നും കെ രാമചന്ദ്രൻ മാസ്റ്റർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജനെ ചോദ്യം ചെയ്യാൻ അനുമതി. തലശ്ശേരി പ്രിൻസിപ്പൽ കോടതിയുടേതാണ് ഉത്തരവ്. 3 ദിവസമാണ് ചോദ്യം ചെയ്യാൻ അനുമതി നൽകിയത്. ജയരാജനെ കസ്റ്റഡിയിൽ വേണമെന്ന CBI ആവശ്യം കോടതി തള്ളി. ജയരാജനെ ഉപാധികളില്ലാതെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് CBI റിവ്യൂ ഹർജി നൽകും. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന CPIM നേതാവ് പി ജയരാജനെ കതിരൂർ മനോജ് വധക്കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി 3 ദിവസം വിട്ടുകിട്ടണമെന്ന CBI ഹർജി കോടതി നിരാകരിച്ചു. പി ജയരാജനെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് ചോദ്യം ചെയ്യാമെന്നും കോടതി ഉത്തരവിട്ടു. 9, 10, 11 തീയതികളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഒരുക്കിക്കൊടുക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പി ജയരാജൻ നിരവധി ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന ആളാണെന്നും ആ നിലക്ക് പോലീസ് കസ്റ്റഡി നിയമപരമായി ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തിയ വാദം. മാത്രമല്ല, അന്വേഷണവുമായി സഹായിക്കുന്നതിന് വേണ്ടി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിനുള്ള സമ്മതവും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായി ആ നിലയിലുള്ള ഉത്തരവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഉത്തരവിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. പി ജയരാജൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ അവിടെ വെച്ചാവും ചോദ്യം ചെയ്യുക. RSS നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി CBI അദ്ദേഹത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കസ്റ്റഡിയിൽ വാങ്ങി പീഡിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പി ജയരാജനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് 2ാം തവണ CBI കോടതിയെ സമീപിച്ചതിന് പിന്നിലും ഇതേ ലക്ഷ്യമാണെന്നും പി ജയരാജന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് K. വിശ്വൻ കോടതിയിൽ വാദിച്ചിരുന്നു. ശ്രീചിത്ര മെഡിക്കൽ കോളേജ് മെഡിക്കൽ ബോർഡ് അടക്കം ജയരാജന് തുടർ ചികിത്സ ആവശ്യമാണെന്നും നിരന്തര നിരീക്ഷണം ആവശ്യമാണെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കതിരൂർ മനോജ് കൊല്ലപ്പെട്ട് ഇത്രയും വർഷമായിട്ടും ഒരു തെളിവും പി ജയരാജനെതിരെ കോടതിയിൽ ഹാജരാക്കാനായിട്ടില്ലെന്നതും പി ജയരാജനുമേൽ UAPA വകുപ്പ് ചേർത്ത് ജാമ്യം നൽകാതെ കസ്റ്റഡിയിൽ വാങ്ങി പീഡിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ജയരാജന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. ഈ വാദങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നതിന്റെ തെളിവാവുകയാണ് ഇന്നത്തെ കോടതി വിധി. അതേസമയം കഴിഞ്ഞ മാസം 12-ന് കോടതിയിൽ ഹാജരായ പി ജയരാജന്റെ റിമാൻഡ് കാലാവധി 11-ന് അവസാനിക്കും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.